നിങ്ങളുടെയൊക്കെ അടുത്തൊക്കെ ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ഈ വാർത്ത ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. നമ്മൾ ഒന്നല്ല രണ്ടല്ല 3 കുട്ടികളെയാണ് സൗജന്യമായിട്ട് നഴ്സിംഗ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പേരൻസിന് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജ് തന്നെയാണ് ഡിണ്ടിഗലിലെ NPR കോളേജ്. ഹോസ്റ്റൽ സൗകര്യമൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? ഹോസ്റ്റല് നല്ല ഹോസ്റ്റലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏതൊരു സാധാരണക്കാരൻ്റെ മക്കളെ നഴ്സിംഗ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതെ, അതും ഏറ്റവും റേറ്റ് കുറച്ച്. 100% വിശ്വസിച്ച് നമുക്ക് വരാം. നമുക്ക് പഠിക്കാനും അതുപോലെ ഹോസ്റ്റലായാലും നമുക്ക് ഫ്രീ ടൈം എൻജോയ് ചെയ്യാനും നന്നായിട്ട് പഠിക്കാനും ഒക്കെ പറ്റും. ബെസ്റ്റ് ഓപ്ഷനാണ് നഴ്സിംഗിന് വേണ്ടിയിട്ട്. ഇവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലാബ് ഉണ്ട്, ലൈബ്രറി ഉണ്ട്. നല്ല ഫുഡാണ്. മറ്റേതൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി ഫുഡാണ്. ഇപ്പം നമ്മൾ ഇവിടെ ഔട്ടിങ്ങിന് വെളിയിൽ പോണേ പോലും നമ്മുടെ പേരൻസിനെ ഇൻഫോം ഇവിടെ നിന്ന് തന്നെ കോളേജിൽ തന്നെ വിളിച്ച് ചെയ്യും. അപ്പം അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവിടുത്തെ. നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പേരൻസിന് അപ്പം അപ്ഡേറ്റ് ഉണ്ടായിരിക്കും. ടുഡേ വി ആർ ഗോയിങ് ടു സീ അബൌട്ട് IV ഇഞ്ചെക്ഷൻസ്. നമുക്കിവിടെ എല്ലാ ബോൺസും ഉണ്ട്. അത് ഒറിജിനലും ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട്. ഒറിജിനൽ നോക്കി പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ. ക്യാമ്പസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ക്യാമ്പസാണ്. അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇവിടെ ക്യാമ്പസിന്റെ അകത്ത് തന്നെയാണ് ഹോസ്റ്റൽ വരുന്നത്. വാട്ട് ഈസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്? ഇറ്റ്സ് ഇംപ്രൂവിംഗ് യുവർ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻസ്. ഇതാണ് NPR കോളേജ്. നിങ്ങളെല്ലാം കണ്ടല്ലോ NPR കോളേജ്. കേരള അതിർത്തിക്ക് ഏകദേശം അടുത്ത് തന്നെ ഡിണ്ടിഗൽ എന്ന പ്രദേശത്താണ് ഈ NPR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന അതിവിശാലമായ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് മെഡിക്കൽ സംബന്ധമായ BSc നഴ്സിംഗ് ഉൾപ്പെടെ ഏത് കോഴ്സുകൾക്കും വളരെ തുച്ഛമായ ഫീസിൽ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ സൗകര്യമുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ നമ്മുടെ തമിഴ്നാട് ഡിണ്ടിഗൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതെ, നിങ്ങളുടെയൊക്കെ മക്കളെ +2 കഴിഞ്ഞ് ഇനി എന്തിനു വിടണമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ വേറെ എങ്ങും പോകണ്ട, നമ്മുടെ ഡിണ്ടിഗിലുള്ള NPR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നാൽ മതി അല്ലേ? അതെ, ഏറ്റവും റേറ്റ് കുറച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതെ, നമ്മുടെ ഷിബിലിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്? അതായത് നമ്മുടെ കേരള അതിർത്തിയിൽ നിന്നും ഡിണ്ടിഗൽ വളരെ അടുത്ത്, ഡിണ്ടിഗൽ എന്നൊരു പ്രദേശത്താണ്, മധുരയ്ക്ക് അടുത്താണ്, മധുരയ്ക്കടുത്ത് NPR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നഴ്സിംഗ്, അലൈഡ് കോഴ്സസ്, മെഡിക്കൽ സംബന്ധമായ അങ്ങനെ കോഴ്സസ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ ഇവിടെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നേ പിന്നെ എനിക്ക് എൻ്റെ വീഡിയോ മിസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഫുഡും കാര്യങ്ങളാണേലും പഠിപ്പിക്കുന്നതാണേലും അത്ര നന്നായിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത്. പിന്നെ ഹോസ്റ്റലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കറക്റ്റ് ടൈമിൽ ഫുഡുണ്ട്, വാർഡൻസ് ഉണ്ട്, സ്ട്രിക്റ്റ് ആണ്. അതുപോലെ തന്നെ ഓവർ സ്ട്രിക്റ്റും അല്ല, നല്ല കാര്യങ്ങളും നല്ല റൂമുകളും ഒക്കെയാണ്. ഞാൻ അങ്ങനെ മിസ് ചെയ്യാറില്ല എൻ്റെ ഹോമൊന്നും. ഇവിടെ വിട്ടു പോകുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ വിഷമം വരുന്നത്. നന്നായിട്ട് പഠിപ്പിക്കും. ലാബാണേലും ലാബിൽ ഓരോ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തു തരുമ്പോൾ നമുക്ക് അത് കണ്ട് അതുപോലെ തന്നെ പഠിക്കാൻ പറ്റും. പിന്നെ ഹോസ്റ്റലായാലും അവിടുത്തെ വാർഡനായാലും നമ്മൾ സാധാരണ കാണുന്ന കോളേജസിലൊക്കെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. വാർഡൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. വാർഡനൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾക്ക് നിൽക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഫുഡായാലും അതുപോലെ ലോണ്ട്രിക്കുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും അവിടെ ഉണ്ട്. നമുക്ക് എല്ലാ കാര്യം ചെയ്യാനും എടുക്കാനും ഒക്കെ നമുക്ക് നല്ല ഫ്രീഡം കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പ്രൈവസി ഉണ്ട്. ബെസ്റ്റ് ഓപ്ഷനാണ് നഴ്സിംഗിന് വേണ്ടിയിട്ട്. ഇവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ ലാബ് ഉണ്ട്, ലൈബ്രറി ഉണ്ട്. നമുക്കിവിടെ എല്ലാ ബോൺസും ഉണ്ട്. അത് ഒറിജിനലും ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട്. ഒറിജിനൽ നോക്കി പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ. ക്യാമ്പസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ക്യാമ്പസാണ്. അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ലതാണ്. NPR അടിപൊളിയാണ്. നമ്മുടെ ക്ലാസ്സസ് ആണെങ്കിലും പിന്നെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. ഫുഡ് അത്യാവശ്യം കഴിക്കാൻ നല്ല ഫുഡാണ്. മറ്റേതൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി ഫുഡാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് വെളിയിലൊക്കെ പോകേണ്ട ആവശ്യമില്ല. ATMൻ്റെ ഫെസിലിറ്റി നമുക്കുണ്ട്. പൈസയൊക്കെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഔട്ടിങ്ങിന് വെളിയിൽ പോണേ പോലും നമ്മുടെ പേരൻസിനെ ഇൻഫോം ഇവിടെ നിന്ന് തന്നെ കോളേജിൽ തന്നെ വിളിച്ച് ചെയ്യും. അപ്പം അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവിടുത്തെ. നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പേരൻസിന് അപ്പം അപ്ഡേറ്റ് ഉണ്ടായിരിക്കും. നല്ല കോളേജാണ്. ഫെസിലിറ്റീസ് എല്ലാം ഓക്കെയാണ്. നമുക്കിപ്പോൾ മെയിൻലി പറയുകയാണെങ്കിൽ നഴ്സിംഗിൻ്റെ പോസ്റ്റിങ് കൊണ്ടുപോകാൻ നമ്മൾ ഫസ്റ്റ് സെം മുതൽ പോസ്റ്റിങ്ങിന് കൊണ്ടുപോകും. നമുക്ക് മലയാളീസിന് മെയിൻലി ഫുഡ് വേണമായിട്ട് അപ്പോൾ ഇവിടെ കറക്റ്റ് മലയാളീസ് ഫുഡ് കിട്ടാറുണ്ട്. ഇപ്പോൾ പേരൻസിന് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജ് തന്നെയാണ് ഡിണ്ടിഗലിലെ NPR കോളേജ്. അപ്പോൾ പൊതുവേ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി? നിങ്ങളുടെ തമിഴ്നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മെസ്സിൽ ഫുഡാണെങ്കിലും നല്ല കഴിക്കാൻ പറ്റുന്ന, വിചാരിക്കുന്ന നമുക്ക് അത്ര ബാഡല്ല. നമുക്ക് നല്ലതായിട്ട് കഴിക്കാൻ പറ്റുന്ന ഗുഡ് ഫുഡ്, ക്വാളിറ്റി ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കണക്ക് തന്നെ ബാത്റൂം ഫെസിലിറ്റീസ് ആണെങ്കിലും ഫിൽറ്റർ വാട്ടർ എല്ലാവർക്കും കിട്ടും. ലോണ്ട്രി ഫെസിലിറ്റി ഉണ്ട്, വാഷിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ ഒരു
ക്വയറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വൈബിനനുസരിച്ചുള്ള ഒരു ഹോസ്റ്റലാണ് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഞങ്ങളെല്ലാവരും അതിൽ വളരെ ഹാപ്പിയാണ്. ഇവിടെയുള്ള റൂമിനകത്ത് 5 പേരാണ് ഞങ്ങളുള്ളത്. കിടക്കാനാണെങ്കിലും നല്ല സൗകര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാനാണെങ്കിലും നല്ല ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ. ഇപ്പം നമുക്കിപ്പം ഫീവർ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് വാർഡിനെ മീറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ വാർഡ് നമുക്ക് ആംബുലൻസ് സൗകര്യമുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഒരു ഹോംലി ഫീലിംഗ് എനിക്ക് വന്നപ്പോൾ തൊട്ട് കിട്ടുന്നുണ്ട്. എക്സാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കണം എന്നില്ല. നമുക്ക് ഇവിടെ വെളിയിലൊക്കെ ഇറങ്ങി എത്ര മണി വരെ ആണെങ്കിൽ പഠിക്കാം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ നമുക്കില്ല. നമുക്ക് ഇത് കാണുന്ന ഒരുപാട് പാവപ്പെട്ട കുട്ടികളുണ്ടായിരിക്കും, +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഉണ്ടാവും. നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത്തവണയും നമ്മൾ 3 കുട്ടികൾക്ക് സൗജന്യമായിട്ട് നമ്മൾ പോയിന്റ് എഡ്യൂക്കേഷനും എഡ്യൂലിങ്ക് സ്റ്റഡി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയും കൂടെ ചേർന്നാണ് നമ്മൾ ഇപ്രാവശ്യം സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ 1 അല്ല 2 അല്ല 3 പാവപ്പെട്ട കുട്ടികളെയാണ് നമ്മൾ സൗജന്യമായിട്ട് നഴ്സിംഗ് പഠിപ്പിക്കുന്നത്. പോയിന്റ് എഡ്യൂക്കേഷൻ ആണ് ഇതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെയാണ് പല കമ്പനികളും നമ്മുടെ തയ്യാറായി മുന്നോട്ട് വന്നത്. കണ്ടില്ലേ, ഇത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളുടെയൊക്കെ അടുത്തൊക്കെ ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ഈ വാർത്ത ഷെയർ ചെയ്യുക, കമന്റ് ഇടുക. നമ്മൾ 1 അല്ല 2 അല്ല 3 കുട്ടികളെയാണ് സൗജന്യമായിട്ട് നഴ്സിംഗ് പഠിപ്പിക്കുന്നത്.